ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മൺഡേ നടന്ന എക്കണോമിക്സ് തുല്യത എക്സാമിൽ വന്ന മീൻ മീഡിയൻ മോഡ് കാണാനുള്ള പ്രോബ്ലമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എൻ നമുക്കറിയാം എന്താണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ ആദ്യം എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണം എങ്ങനെ, വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്താണ്, താഴ്ന്ന പരിധി പ്ലസ് ഉയർന്ന പരിധി ബൈ 2 ആണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കണേ. അങ്ങനെ നമ്മളെല്ലാത്തിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. അതായത് 0 + 10/2, 10 + 20/2, 20 + 30/2 നമുക്ക് എക്സ് കിട്ടി. ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എഫ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആ എഫ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്തതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. അതിനെയാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2540 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് നമ്മുടെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 2540നെ എഫിൻ്റെ ടോട്ടലായ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 31.75 കിട്ടും. അതാണ് നമ്മുടെ മീൻ. നെക്സ്റ്റ് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കണേ, n/2. ഇവിടെ n എന്താണ്, ഫ്രീക്വൻസിയുടെ ടോട്ടൽ. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 80/2 40 കിട്ടി. അപ്പോൾ നമ്മുടെ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, L1 + n/2 - CF/F × C. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത്, നമുക്ക് കിട്ടിയ n/2 40 ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, മൂന്നാമത്തെ കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണത് എങ്ങനെയാണ്, ഓരോ ഫ്രീക്വൻസീസ് ആഡ് ചെയ്താണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ 4, അടുത്ത കോളം 4ഉം 8ഉം കൂടി കൂട്ടി 12, പിന്നത്തെ കോളം 12ഉം 18ഉം കൂടി കൂട്ടി 30, പിന്നെ അടുത്തത് 30ഉം 30ഉം കൂടി കൂട്ടി 60, പിന്നെ അടുത്തത് 60ഉം 20ഉം കൂട്ടി 80. അങ്ങനെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ n/2 40. ആ 40 ഏതിലടങ്ങും എന്ന് നോക്കുക, ഏതിൽ ഇൻക്ലൂഡ് ആവും നോക്കുക. അപ്പോൾ 4ൽ പറ്റില്ല, കാരണം 40നേക്കാൾ ചെറുതാണ്. 12 40നേക്കാൾ ചെറുതാണ്. 30 40നേക്കാൾ ചെറുതാണ്. അപ്പോൾ പിന്നെ അടുത്ത ഏറ്റവും വലിയ സംഖ്യ 40 ഉൾക്കൊള്ളുന്ന ഏതാണ്, 60ആണ്. അപ്പോൾ 60ആണ് നമ്മുടെ മോഡൽ ക്ലാസ്. ഇനി അതിനകത്തെ താഴ്ന്ന പരിധിനെയാണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 30 40 നമ്മുടെ മോഡൽ ക്ലാസ്. അതിനകത്തെ താഴ്ന്ന പരിധി ഏതാണ്, L1 30 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 30 + n/2 നമ്മൾ കണ്ടുപിടിച്ചു, 40 - CF ഏതെടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. CF എപ്പോഴും മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പത്തെ CF. അപ്പോൾ CF 30 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എഫ് ഏതെടുക്കണം, മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ അത് 30 ആണ്. അപ്പോൾ ബൈ 30 × C എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് ഇൻ്റർവെൽ. അത് 10 ആണ്. എങ്ങനെയാണ് C കണ്ടുപിടിക്കണത്, 30ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ 40ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ 10 നമുക്ക് കിട്ടുന്നത് അല്ലേ. എല്ലാ ക്ലാസ്സിൻ്റെയും ഡിഫറൻസ് 10. അപ്പോൾ 10 ക്ലാസ് ഇൻ്റർവെൽ. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, 30 എപ്പോഴും പുറത്ത് വെക്കണം. 30+ ഇട്ടിട്ട് ആദ്യം തന്നെ ഇപ്പുറത്തെ ഭാഗം ചെയ്യണം. 40 - 30 എത്രയാണ്, 10. 10 × 10 100. 100/30 3.33 നമുക്ക് ഉത്തരം കിട്ടും. ആ 3.33 നമ്മുടെ L1 30 L1ൻ്റെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ 33.33. അതാണ് നമ്മുടെ മീഡിയൻ. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മോഡ് കണ്ടുപിടിച്ചേക്കാണ്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിച്ചതിൻ്റെ കേട്ടോ 33.33 കിടക്കുന്നത്. മീഡിയൻ കണ്ടുപിടിച്ചതിൻ്റെ ഞാൻ ചെയ്തതിൻ്റെ ബാക്കി പോർഷനാണ് കിടക്കുന്നത്. അപ്പം നമുക്കിനി മോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ ഇക്വേഷൻസൊക്കെ താഴെയാണ്. അപ്പോൾ മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണേ, ക്ലാസ്സിൻ്റെ ഇതുപോലെ ക്ലാസ് തന്നേക്കണ ഒരു പ്രോബ്ലത്തിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി വന്നത് ഏതാണോ അതിൻ്റെ നേരെയുള്ളതാണ് അതിൻ്റെ മോഡൽ ക്ലാസ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഫ്രീക്വൻസി 30 ആണ്. അപ്പോൾ 30ൻ്റെ നേരെയുള്ളത് ഏതാണ്, 30 40. ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. L1 + D1/D1 + D2 × C. D1 കണ്ടുപിടിക്കണത് എങ്ങനെയാണ്, നമ്മുടെ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ മുകളിലത്തെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് D1. മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് D2. അപ്പോൾ ആദ്യത്തേത് 30 - 18 12 കിട്ടും. അടുത്തത് 30 - 20 10 കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ L1 ഏതാ, താഴ്ന്ന പരിധി, അതായത് 30 ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണ്, 30 40. ആ 30 40ൻ്റെ താഴ്ന്ന പരിധി ഏതാണ്, 30. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 30 + D1 നമുക്ക് 12 കിട്ടി. 12/12 + 10 D1 + D2 × 10. ഇനി എന്ത് ചെയ്യണം, 30 + 12 × 10/22 വരും. കാരണം എന്താ, 12നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക, താഴെ 12ഉം 10ഉം കൂടി ആഡ് ചെയ്യുക.
ഈ 2 10 രണ്ടാണ് കേട്ടോ. 10 ഇവിടെ ഇൻറ്റു 10 എന്നുള്ളത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. മറ്റേത് നമുക്ക് D2 കിട്ടണ 10ആണ് താഴെ കിടക്കുന്നത്. ഇനി 120/22 എന്ന് പറയുമ്പോൾ 5.45 കിട്ടും. അത് 30ൻ്റെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 35.45 നമുക്ക് മോഡ് കിട്ടും.